Let's come to Cramer's rule. Cramer's rule is all about solving a square system of equations. Now, square system means a system that contains n equations and n unknowns. അതായത് ഇക്വേഷൻസിൻ്റെ എണ്ണവും അൺനോൺസിൻ്റെ എണ്ണവും സെയിം ആകുന്ന കേസിനെയാണ് നമ്മൾ സ്ക്വയർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമ്മൾ രണ്ട് ഇക്വേഷനും രണ്ട് അൺനോൺസും ഉള്ള ഒരു സിസ്റ്റത്തിനെ സോൾവ് ചെയ്യും. ക്രാമേഴ്സ് റൂൾ വെച്ച് എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നത് നോക്കും. എന്നിട്ട് അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യും n ഇക്വേഷൻസിലോട്ടും n അൺനോൺസിലോട്ടും. So first of all, let's consider a system that contains two equations and two unknowns. So a1x plus b1y equal to c1 and a2x plus b2y equal to c2. ഇവിടെ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വൈയെ ഒന്ന് എലിമിനേറ്റ് ചെയ്യാം. സോ വൈയെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. വൈയെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ലെറ്റ്സ് മൾട്ടിപ്ലൈ ഫസ്റ്റ് ഇക്വേഷൻ വിത്ത് b2 and second equation by b1 ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? സോ എലിമിനേറ്റിംഗ് y അല്ലേ, അവിടെ വൈയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആവും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ a1 b2 മൈനസ് a2 b1 ആയിരിക്കും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇവിടെ അത് b2 c1 മൈനസ് b1 c2 ആയിരിക്കും. സോ അവിടെ നെക്സ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും? ഇറ്റ് ഈസ് b2 c1 മൈനസ് b1 c2 ബൈ a1 b2 മൈനസ് a2 b1. നമ്മളിതിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിറ്റർമിനൻറ്റ് c1 c2. ഫസ്റ്റ് കോളം നമുക്ക് അങ്ങനെയും സെക്കൻഡ് കോളം നമുക്ക് b1 b2 എന്ന് എഴുതാം. താഴത്തേത് നമുക്ക് ആക്ച്വലി a1 a2 b1 b2 എന്ന് എഴുതാൻ കഴിയും. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കോൺസ്റ്റൻറ്റ് ടേംസ് എന്ന് പറയുന്നത് c1 c2 ആയിരുന്നു അല്ലേ. അത് ആദ്യത്തെ കോളമായിട്ട് വന്നു മുകളിൽ. താഴെ നമുക്ക് കോഎഫിഷ്യൻ്റ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് വന്നേക്കുന്നത്. ഇതേപോലെ നമുക്ക് എക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. എലിമിനേറ്റ് എക്സ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇക്വേഷൻ a2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, സെക്കൻഡ് ഇക്വേഷനെ a1 കൊണ്ടും. Now let's subtract. Subtract ചെയ്യുമ്പോൾ we'll get a2 b1 minus a1 b2 into y equal to c1 a2 minus c2 a1. So അവിടെ നിന്ന് y is equal to c1 a2 minus c2 a1 by a2 b1 minus a1 minus a1 b2 എന്ന് കിട്ടും. ഇതിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ നമുക്ക് ഇത് a1 a2 എന്നും ഇതിനെ c1 c2 എന്നും എഴുതാം. ഡിവൈഡഡ് ബൈ താഴത്തേത് a1 a2 b1 b2 എന്ന് വരും. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേംസ് സെക്കൻഡ് കോളത്തിലാണ് വന്നിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമത് ക്രാമേഴ്സ് റൂളിൽ 2 ഇക്വേഷൻസും 2 അൺനോൺസും ഉള്ള സിസ്റ്റം കൺസിഡർ ചെയ്തു. സോ ഇവിടെ നമുക്ക് എക്സിനെ കിട്ടിയത് ഡിറ്റർമിനൻറ്റ് c1 c2 b1 b2 എന്നും ഡിവൈഡഡ് ബൈ a1 a2 b1 b2 എന്നുമായിരുന്നു. അതേപോലെ y നമുക്ക് കിട്ടിയത് ഇത് a1 a2 c1 c2 ഡിവൈഡഡ് ബൈ a1 a2 b1 b2. സോ ഇവിടെ നമ്മൾ ഡിനോമിനേറ്റേഴ്സ് നോക്കിയാൽ ഡിനോമിനേറ്റേഴ്സ് ആർ ദ സെയിം ഇൻ ബോത്ത് ദ കേസസ്. അതിനെ ഞാൻ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദ ഡിറ്റർമിനൻ്റ് ഓഫ് the coefficient matrix m is equal to a1 b1 a2 b2. ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കോൺസ്റ്റൻറ്റ് ടേം വരുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് വരുന്ന പൊസിഷനിലാണ്. നമുക്കറിയാം എക്സിൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് a1 a2 and
വൈയുടെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് b1 b2 ആണ്. സോ എക്സ് കണ്ടുപിടിക്കേണ്ടപ്പോൾ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻസ് വരുന്ന സ്ഥാനത്ത് c1 c2 വന്നു എന്ന് ഓർക്കുക. മറ്റേത് b1 b2 തന്നെയാണ്. എന്നാൽ y കണ്ടുപിടിക്കേണ്ട സ്ഥാനത്ത് a1 a2 അതുപോലെ നിൽക്കും, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അതുപോലെ നിൽക്കും, എന്നാൽ ബിയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ അവിടെ കോൺസ്റ്റൻ്റ് ടേം വരും. സോ അപ്പോൾ നമ്മൾ ആ പെർട്ടിക്കുലർ ഡിറ്റർമിനെ നമുക്ക് ഡി സബ്സ്ക്രിപ്റ്റ് എക്സ് എന്നും ഇവിടെ ഡി സബ്സ്ക്രിപ്റ്റ് വൈ എന്നും സാധാരണഗതിയിൽ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. സോ അത് പഠിക്കാൻ എളുപ്പമായി എന്ന് കരുതുന്നു. ഓക്കെ, നൗ 2/2 കേസിൻ്റെ ക്രാമേഴ്സ് റൂളിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. സോൾവ് 2x plus 3y is equal to 3 and x minus 2y equal to 5 using Cramer's rule. So solution. So first of all നമുക്കറിയാം x is equal to dx by dm, y is equal to dy by du എന്ന് പറഞ്ഞിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് d കണ്ടുപിടിക്കാം. എന്താണ് കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണത്. സോ ദിസ് വിൽ ബിക്കം -4 - 3 and it is -7, right? Now what about x? X is actually 1 by d into, നമുക്കറിയാം dx എങ്ങനെ എഴുതണം നമുക്കറിയാം. dx എഴുതുമ്പോൾ വൈയുടെ കോഎഫിഷ്യൻറ്റിന് മാറ്റമില്ല, എന്നാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ അവിടെ ഈ കോൺസ്റ്റൻറ്റ് ടേംസ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് 3ഉം 5ഉം വരുമെന്ന് ഓർത്താൽ മതി. സോ ഇറ്റ് ബിക്കംസ് വട്ട് 1 by -7 into -6 - 15, right? It is actually -21 by -7. It's actually 3. അതേപോലെ y എന്ന് പറയുന്നത് 1 by d ടൈംസ്, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ സ്ഥാനത്ത് 2ഉം 1ഉം വരും, വൈയുടെ കോഎഫിഷ്യൻ്റെ സ്ഥാനത്ത് കോൺസ്റ്റൻറ്റ് ടേമായ 3ഉം 5ഉം കയറി വരും. സി, എക്സ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യത്തെ കോളത്തിലും വൈ കണ്ടുപിടിക്കുന്നിടത്ത് രണ്ടാമത്തെ കോളത്തിലും വരും. സോ അത് 1 by -7 into 10 - 3 എന്ന് വരും, which is 7 by -7, which is -1. So here the solution by Cramer's rule is xy equal to 3, 1. X is equal to 3 and y is equal to 1. So hope you understood. ഇനി നമുക്ക് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് 3/3 സ്ക്വയർ സിസ്റ്റം എങ്ങനെ സോൾവ് ചെയ്യുന്നു നമുക്ക് നോക്കാം. സോ നൗ വി ഹാവ് 3 equations 1, 2 and 3 and you have 3 unknowns x, y and z. Remember the constant terms are d1, d2 and d3. Now 2/2 കേസിൽ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി. സോ അതേപോലെ നമ്മളത് 3/3 കേസിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഡി എക്സും ഡി വൈയും ഡി സെഡും എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ കണ്ടുപിടിക്കുമ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻസ് വരേണ്ട സ്ഥാനത്ത് കോൺസ്റ്റൻറ്റ് ടേംസായ d1, d2, d3 വന്നു. വൈ കണ്ടുപിടിക്കേണ്ടപ്പോൾ വൈയുടെ കോഎഫിഷ്യൻ്റ് വരേണ്ട സ്ഥാനത്ത് കോൺസ്റ്റൻറ്റ് ടേംസായ d1, d2 and d3 വന്നു. അതേപോലെ ഇസഡിൻ്റെ കേസിൽ ഇസഡിൻ്റെ കോഎഫിഷ്യൻസ് വരേണ്ടടുത്ത് d1, d2 and d3 വരുന്നു. സോ അങ്ങനെയാണ് നമുക്ക് x is equal to dx by d, dy by d and z is equal to dz by d എന്ന് വരുന്നത്. So hope you understood how to find dx, dy and dz. Okay, 3/3 Cramer's rule ഒരു എക്സാമ്പിൾ. x plus y minus z is equal to 6, first equation. 3x minus 2y plus z is equal to -5, second equation. And x plus 3y minus 2z is equal to 14, third equation. So ഇത് Cramer's rule വെച്ച് സോൾവ് ചെയ്യുമ്പോൾ now we know x is equal to dx by d, y is equal to dy by d and z is equal to dz by d. So ഞാൻ suitable ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ x is equal to 1, y is equal to 3 and z is equal to -2 എന്ന് എനിക്ക് കിട്ടി.